വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ മുൻ DCC സെക്രട്ടറി സുധീർ കുമാർ ഒടുവിൽ പോലീസ് പിടിയിൽ. നിക്ഷേപ തട്ടിപ്പും ക്രമക്കേടും നടത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി സുധീർ കുമാറിനെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇന്ന് രാവിലെയാണ് പിടികൂടിയത്. വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കുറ്റകൃത്യത്തിലെ പ്രധാന പ്രതിയായ മുൻ DCC സെക്രട്ടറി സുധീർ കുമാറാണ് ഇന്ന് പിടിയിലായത്. ഇന്ന് രാവിലെ പ്രതിയുടെ സഹോദരിയുടെ വീട്ടിൽ വെച്ചാണ് ക്രൈംബ്രാഞ്ചും പ്രത്യേക അന്വേഷണ സംഘവും ചേർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സുധീർ കുമാർ പ്രസിഡന്റായിരുന്ന കാലയളവിൽ സൊസൈറ്റിയിൽ വൻ ക്രമക്കേട് നടത്തുന്നതായി ഓഡിറ്റിൽ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഇതിനു പുറമെ സൊസൈറ്റിയിൽ 22 ലക്ഷം രൂപ നിക്ഷേപിച്ച ഇബ്രാഹിം ഹാജിയുടെ തുക കൃത്യസമയത്ത് തിരികെ ലഭിച്ചില്ലെന്ന് കാണിച്ച് നൽകിയ പരാതിയിലും ഇയാൾക്കെതിരെ കേസുണ്ട്. പണം തിരികെ ലഭിക്കാത്ത മാനസിക വിഷമത്തിൽ ഈ നിക്ഷേപകൻ പിന്നീട് മരണപ്പെട്ടിരുന്നു. ഈ മരണവുമായി ബന്ധപ്പെട്ട കേസും നിലവിൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചു വരുന്നത്. കേസിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കോടതി പ്രതിയെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസിലെ നിർണായക പ്രതിയാണ് സുധീർ കുമാർ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP T മോഹനൻ പറഞ്ഞു. കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെടുന്ന സാമ്പത്തിക കുറ്റകൃത്യത്തിലെ പ്രതിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വടകര പോലീസ് സ്റ്റേഷൻ ക്രൈം 1734/2025 147/2026 ഉൾപ്പെടുന്ന പ്രതിയെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അന്വേഷണാവസ്ഥയിലാണ്. ഫൈൻഡിങ്സിനെ കുറിച്ച് കൂടുതൽ ഇപ്പൊ പറയുന്നില്ല. കോടതിയിലെ പരിഗണനയിൽ വരുന്ന കാര്യമായതുകൊണ്ട്. സുധീർ പ്രസിഡന്റായിരുന്ന ആ സമയത്താണ് 2,16,00,000 രൂപയുടെ ക്രമക്കേട് നടന്നു എന്നുള്ളത് ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത കേസ് ഒരു നിക്ഷേപകൻ 22 ലക്ഷം രൂപ നിക്ഷേപിച്ചത് അത് അവർക്ക് ആവശ്യപ്പെട്ട സമയത്ത് തിരിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള കേസുമാണ്.